നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയുടെ യുദ്ധപ്രഖ്യാപനം. ആയത്തുള്ള ഖമേനിയെ ബന്ദിയാക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. വെനസ്വേലയുടെ നേതാവ് നിക്കോളസ് മഡൂറോയെ ബന്ദിയാക്കിയതിനു ശേഷം ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സിന് ജീവനോടെ ബന്ദിയാക്കാൻ പോകുന്നത് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവിനെ ആണ് എന്നുള്ള അഭ്യൂഹം പരക്കുകയാണ്. ആയത്തുള്ള ഖമേനിക്കായിട്ട് ട്രംപ് വല വിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഉടൻ അദ്ദേഹത്തെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകും. ഇറാനിൽ ഈ ആയത്തുള്ള ഖമേനി ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം നടത്തുന്നവർക്ക് നേരെ നടന്ന വെടിവയ്പിൽ ഏകദേശം ഒരു 16ഓളം പേർ കൊല്ലപ്പെട്ടു. ലഹളക്കാരെ അടിച്ചമർത്താനാണ് ഖമേനി പട്ടാളക്കാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എങ്കിലും ടെഹ്റാൻ മുതൽ ഷിറാസ് വരെ, മഷാദ് മുതൽ മലേഷാഹി വരെ പ്രകടനക്കാർ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും നടത്തുന്നു. കലാപകാരികളായിട്ടുള്ള ശത്രുക്കൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് ആയത്തുള്ള ഖമേനി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഖമേനിയുടെ ഈ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് എക്സ് എന്ന സമൂഹ മാധ്യമത്തിന്റെ ഉടമയായിട്ടുള്ള ഇലോൺ മസ്കാണ്. കലാപകാരികൾക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്നത് സ്വപ്നങ്ങളിൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ള ഇലോൺ മസ്കിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. കലാപകാരികളോട് നിയന്ത്രണം പാലിക്കുവാൻ യൂറോപ്പ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വെനസ്വേലയുടെ മഡൂറോയെ പിടികൂടിയതോടെ ഇറാനിലെ കലാപകാരികൾക്ക് ആവേശം ഇരട്ടിയായിരിക്കുകയാണ്. എന്തായാലും ട്രംപ് തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്നവർ കരുതുന്നു. കലാപകാരികളെ അടിച്ചൊതുക്കുവാൻ ശ്രമിച്ചാൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് താക്കീത് നൽകുന്നു. എന്നാൽ ട്രംപിനെ തള്ളിയാണ് ആയത്തുള്ള ഖമേനി പട്ടാളക്കാർക്ക് സമരത്തെ അടിച്ചൊതുക്കുവാൻ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ തകർന്ന ശേഷം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് വിലക്കയറ്റവും മറുഭാഗത്ത് ഇറാൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തെ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കിയതോടുകൂടി ജനങ്ങൾ കലാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന്റെ ശത്രുക്കളുടെ പ്രേരണയാൽ ഒരു കൂട്ടം ആളുകൾ വ്യവസായികളുടെയും കടയുടമകളുടെയും പിന്നിൽ നിന്നും ഇറാനെതിരെ മുദ്രാവാക്യം മുഴക്കുകയാണ് എന്നും എല്ലാത്തിനും പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണ് എന്നും ഖമേനി കുറ്റപ്പെടുത്തുന്നു. നേരത്തെ ഈ ഖാമിലും ഹാർസനിലുമൊക്കെ ഒതുങ്ങി നിന്ന പ്രക്ഷോഭം എല്ലായിടങ്ങളിലേക്കും പരക്കുകയാണ്. ഈ ഇറാന്റെ അല്ലെങ്കിൽ ടെഹ്റാന്റെ മേഖലകളിലേക്ക് അടക്കം ഇതിങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നതായി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇറാൻ കാര്യമായിട്ടുള്ള സംഘർഷാവസ്ഥ നേരിടുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇറാനിൽ കൂടുതൽ അസ്ഥിരത അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ചുറ്റിപ്പറ്റിയുള്ള ടെഹ്റാൻ ഭരണകൂടത്തിന് പ്രതിഷേധങ്ങൾ എന്ന് പറയപ്പെടുന്നത് വലിയ ഭീഷണിയായി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദേശ ശക്തികൾ പ്രതിഷേധങ്ങൾ ശക്തമാക്കുവാനും സർക്കാരിന്റെ പതനത്തിന് കാരണമാകുവാനും നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തതായിട്ട് അവകാശവാദങ്ങൾ അടക്കം നിലനിൽക്കുകയാണ്. അമേരിക്ക പരസ്യമായിട്ട് ഇടപെട്ടേക്കാമെന്ന് പ്രസ്താവനകൾ ഇറക്കുന്നു. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ഖമേനിയെ കുറിച്ച് ഒരു പ്രധാന അവകാശവാദം ഉയർന്നു വന്നിട്ടുണ്ട്. രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രൂക്ഷമാവുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്താൽ ഖമേനി റഷ്യയിലേക്ക് പലായനം ചെയ്യുവാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇതിനോടൊപ്പം പുറത്തു വരികയാണ്. 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിന്റെ കുടുംബം, ചില സഹായികൾ, അടുത്ത കൂട്ടാളികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 20 അടുത്ത കൂട്ടാളികളാണ് പലായനം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകൻ മോജ്തബയും ഇതേ പട്ടികയിൽ ഉണ്ട്, പോകുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ്. ഖമേനിക്കൊപ്പം കോടിക്കണക്കിന് ഡോളർ റഷ്യയിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. അലി ഖമേനിക്ക് മറ്റൊരു സ്ഥലമില്ലാത്തതിനാൽ അദ്ദേഹം റഷ്യയിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഇറാന്റെ കടുത്ത ശത്രുവായിട്ടുള്ള ഇസ്രായേലാണ് പറഞ്ഞു പരത്തുന്നതെങ്കിലും റഷ്യയിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിന് പോകാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക അരിച്ചു പറക്കി തിരച്ചിൽ നടത്തുകയാണ് ആയത്തുള്ള ഖമേനിക്ക് വേണ്ടിയിട്ട്. ഇറാനെ കൂടി പിടിച്ചെടുക്കുവാനുള്ള യുദ്ധതന്ത്രം മെനയുന്നു ട്രംപ്. അതായത് ആയത്തുള്ള ഖമേനിയെ ബന്ദിയാക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഡൂറോയെ, വെനസ്വേലയുടെ നേതാവ് നിക്കോളസ് മഡൂറോയെ എങ്ങനെയാണോ ട്രംപ് അല്ലെങ്കിൽ ട്രംപിന്റെ ഡെൽറ്റ ഫോഴ്സ് ജീവനോടെ ബന്ദിയാക്കിയത്, അതേപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെയും അതേ തരത്തിൽ ജീവനോടെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവരെ ബന്ദിയാക്കിയതിനു ശേഷം ഇറാന്റെയും അവകാശം തങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ വെനസ്വേലയുടെ അവകാശം നേടിയെടുത്തതുപോലെ നാളെ ഗ്രീൻലാൻഡ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു ദ്വീപിനെ കൂടി പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് അമേരിക്ക കടക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് കടക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തർക്കമില്ലാത്ത കാര്യമാണിത്. കാരണം അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും നടത്തുന്ന ഇത്തരത്തിലുള്ള
വെല്ലുവിളികളോട് ഇനി തിരിച്ചടി നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും മറ്റു രാജ്യങ്ങൾ കൂടി കൈകോർക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് അധിക സമയം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.